ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ MCP കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. MCP എന്ന് പറഞ്ഞാൽ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോക്കോൾ. നിങ്ങളെല്ലാവരും ഈ ഒരു ടേം കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി കേട്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് AI പല കാര്യങ്ങളും നിങ്ങൾ ഇൻ്റഗ്രേഷൻസ്, ഏജൻസും ടൂൾസൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് MCP എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് MCP എന്നുള്ളതും MCP എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണ്, അതുപോലെ MCPയുടെ ആർക്കിടെക്ചർ എന്താണെന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ നടക്കുന്നത് എന്നും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ എന്തുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിലൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആന്ത്രോപിക് ആണ് ഈ MCP ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആന്ത്രോപിക് എന്ന് പറയുന്നത് ക്ലോഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ആന്ത്രോപിക്. 2024 അവസാനമായപ്പോഴത്തേക്കിനാണ് ആന്ത്രോപിക് ഈ ഒരു MCP പ്രോട്ടോക്കോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അടുത്തൊരു പോയിന്റ്, MCP ഒരു ഓപ്പൺ സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളതാണ്. ഓപ്പൺ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആർക്കും ഫ്രീ ആയിട്ട് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് MCP ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് MCP എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു AI ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെന്താവാം, ഒരു LLMO മൾട്ടിപ്പിൾ LLMസോ ഉള്ള ഒരു AI ആപ്ലിക്കേഷൻ ആവാം. ഈ ഒരു AI ആപ്ലിക്കേഷന് എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഡേറ്റാ ബേസിൽ നിന്നായിരിക്കാം, ഗിറ്റ്ഹബിൽ നിന്നായിരിക്കാം, ജിമെയിലിൽ നിന്നായിരിക്കാം, ലോക്കൽ ഫയൽ സിസ്റ്റം ആയിരിക്കാം, സ്ലാക്ക് ആയിരിക്കാം. ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു AI ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമ്മുടെ ജിമെയിലിൽ അല്ലെങ്കിൽ ഒരു മെയിൽ സെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ LLMന് എന്ത് വേണം, ഈ ജിമെയിലായിട്ട് ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാനും സെൻഡ് ചെയ്യാനായിട്ടുമുള്ള ആക്സസ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന് ലഭിക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഈ ഒരു MCP എന്ന് പറയുന്നത്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആണ് ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രോട്ടോക്കോൾ ആണ് ശരിക്കും പറഞ്ഞാൽ MCP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ AI ആപ്ലിക്കേഷന് നമ്മുടെ ഇപ്പോൾ ലോക്കൽ കമ്പ്യൂട്ടറിലെ ഫയൽസ് ആക്സസ് ചെയ്യാനോ, ജിമെയിൽ ആക്സസ് ചെയ്യാനോ, ഗിറ്റ്ഹബ് അല്ലെങ്കിൽ സ്ലാക്ക്, ഡേറ്റാ ബേസസ്, വെബ് APIs ഇങ്ങനെ എവിടെ നിന്നും ഡേറ്റ ആക്സസ് ചെയ്യാനും അവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനും MCP ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ AI ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ AI മോഡൽസിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ടൂൾസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ലാംഗ്വേജ് കൊണ്ടുവരികയാണ് MCP ചെയ്തത്. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ USB-C ഉള്ളതുപോലെ തന്നെയാണ് MCP ഉള്ളത്. USB-C വരുന്നതിന് മുമ്പുള്ള ഒരു കാര്യമൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് ലാപ്ടോപ്പിനൊരു ചാർജർ, ഫോണിനൊരു ചാർജർ, മോണിറ്ററിന് മറ്റൊന്ന്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേബിൾസ് ഉണ്ടായിരുന്നു. എന്നാൽ USB-C വന്നപ്പോൾ എന്താ സംഭവിച്ചത്, ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് കേബിൾ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം കണക്ട് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെയാണ് MCP ഈ ഒരു AI വേൾഡിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു MCP യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ AI മോഡൽ ഫോർ എക്സാമ്പിൾ GPT-4 എടുക്കുക. GPT-4 നമുക്ക് സ്ലാക്കുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കോഡ് റൈറ്റ് ചെയ്യണം. ഇനി ഇതിനെ തന്നെ നമുക്ക് ഗിറ്റ്ഹബുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, വേറൊരു കോഡ് എഴുതേണ്ടി വരും. ഇനി വേറൊരു മോഡൽ ഇപ്പോൾ വന്ന് വിചാരിച്ചു, ജെമിനിനെ ഇപ്പോൾ നമുക്ക് സ്ലാക്കുമായിട്ടും ഗിറ്റ്ഹബുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു കോഡ് റൈറ്റ് ചെയ്യണം. അങ്ങനെ ഇനി അടുത്തൊരു മോഡൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെയിം പ്രോസസ്സ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു
കാര്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് MCP സോൾവ് ചെയ്യുന്നത്. MCP പ്രൊവൈഡ്സ് എ സ്റ്റാൻഡേർഡ് വേ ടു കണക്ട് AI ആപ്ലിക്കേഷൻസ് ടു എനി എക്സ്റ്റേണൽ സിസ്റ്റം. ഒരു യൂണിവേഴ്സൽ കണക്ടർ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, MCP ഒരു സ്റ്റാൻഡേർഡ് വേ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് മൾട്ടിപ്പിൾ ടൂൾസ് ആയിട്ട് നമ്മുടെ ഒരു AI ആപ്ലിക്കേഷനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് MCP ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി എന്തിനാണ് നമ്മൾ ഈ MCP യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. MCP എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ M×N എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ് MCP സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ കമ്പനിയിൽ MAI മോഡൽസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, MAI മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ക്ലോഡ് ഉണ്ട്, GPT-4 ഉണ്ട്, ജെമിനി ഉണ്ട്, ഡീപ്സീക്ക് ഉണ്ട്. അപ്പോൾ എമ്മിൻ്റെ നമ്പർ എന്താണ്, 4 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ M = 4. M എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള മോഡൽസിൻ്റെ കൗണ്ടാണ് M എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മോഡൽസിനെ N എക്സ്റ്റേണൽ ടൂൾസുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എത്ര ടൂൾസ് ഉണ്ട്, ടൂൾസാണ് N എന്ന് പറയുന്നത്. N എക്സ്റ്റേണൽ ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഗിറ്റ്ഹബ് ഉണ്ട്, സ്ലാക്ക് ഉണ്ട്, ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, സെയിൽസ് ഫോഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഡേറ്റാബേസ് ഉണ്ട്. അപ്പോൾ N എന്ന് പറയുന്നത് 5 ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ M മോഡൽസ് ഉണ്ട്, N ടൂൾസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. MCP ഇല്ല ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലോഡിനെ ഈ ഒരു 5 സർവീസസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് 5 കസ്റ്റം ഇൻ്റഗ്രേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള മോഡൽ ക്ലോഡാണ്. ക്ലോഡിന് നമുക്ക് ഗിറ്റ്ഹബായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ആദ്യത്തെ ഫസ്റ്റ് ക്ലോഡും ഗിറ്റ്ഹബും തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ നമ്മൾ റൈറ്റ് ചെയ്യും. പിന്നെ ക്ലോഡും സ്ലാക്കും തമ്മിലുള്ളൊരു ഇൻ്റഗ്രേഷൻ റൈറ്റ് ചെയ്യും. പിന്നെ ക്ലോഡിനും ഗൂഗിൾ ഡ്രൈവ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ കണക്ട് ചെയ്യും. പിന്നെ ക്ലോഡിനും സെയിൽസ് ഫോഴ്സിനും ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ കണക്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഡേറ്റാബേസ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻസ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി അടുത്തത് അതുപോലെ തന്നെ നമ്മൾ ജെമിനിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ 5 ഇൻ്റഗ്രേഷൻസ് റൈറ്റ് ചെയ്യണം. ജെമിനിനെയും ഈ ഓരോ നമ്മുടെ ടൂൾസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻ്റഗ്രേഷൻ, GPT-4നെ ഇതുപോലെ നമ്മുടെ ഈ ഓരോ ടൂളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻസ് റൈറ്റ് ചെയ്യണം. ഡീപ് സീക്കിനെയും അതുപോലെ നമ്മുടെ ഈ ഓരോ സർവീസസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻസ് റൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയായി, നമ്മുടെ M×N നമ്പർ ഓഫ് ഇൻ്റഗ്രേഷൻസ് നമ്മൾ അവിടെ റൈറ്റ് ചെയ്യണം. ഓക്കെ, അതായത് 4×5 എന്ന് പറയുന്നത് നമ്മൾ 20 കസ്റ്റം ഇൻ്റഗ്രേഷൻസ് ആണ് നമ്മൾ അവിടെ കോഡ് റൈറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു 4 മോഡലുകളെ 5 ടൂൾസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 20 കസ്റ്റം ഇൻ്റഗ്രേഷൻസ് റൈറ്റ് ചെയ്യണം. ഇനി പുതിയൊരു ടൂൾ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെയും ഇതുപോലെ തന്നെ നമ്മൾ ഇൻ്റഗ്രേഷൻ കോഡ് റൈറ്റ് ചെയ്യണം. പുതിയൊരു മോഡൽ വരുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ റൈറ്റ് ചെയ്യണം. ഇത് വളരെ ടൈം കൺസ്യൂമിങ്ങും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഒരു M×N ഇൻ്റഗ്രേഷൻസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മോഡലുകളാണ് ഇതൊക്കെ. ഓക്കെ, M ആണ് നമ്മുടെ മോഡൽസ് വരുന്നത്, ക്ലോഡ്, GPT-4, ജെമിനി, ഡീപ് സെർച്ച്. ഇതാണ് നമ്മുടെ ടൂൾസ് എന്ന് പറയുന്നത്. N ആണ് ടൂൾസ്, ഗിറ്റ്ഹബ്, സ്ലാക്ക്, ഗൂഗിൾ ഡ്രൈവ്, സെയിൽസ് ഫോഴ്സ്, ഡേറ്റാബേസ്. അപ്പോൾ ഓരോന്നിനും കണക്ട് ചെയ്യണമെങ്കിൽ ക്ലോഡ് ഗിറ്റ്ഹബായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഇൻ്റഗ്രേഷൻ നമ്മളിവിടെ റൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ക്ലോഡിന് സ്ലാക്കായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ റൈറ്റ് ചെയ്തു. ഗൂഗിൾ ഡ്രൈവ് ആയിട്ട് ഇൻ്റഗ്രേഷൻ കോഡ് റൈറ്റ് ചെയ്യണം. ഓരോ ടൂൾസായിട്ട് നമ്മളിതുപോലെ ഇൻ്റഗ്രേഷൻ കോഡ് റൈറ്റ് ചെയ്യണം. അതാണ് ഈ ഒരു M×N ഇൻ്റഗ്രേഷൻ, അല്ലെങ്കിൽ ഈ ഒരു M×N പ്രോബ്ലമാണ് നമ്മുടെ MCP സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് MCP ഉണ്ടെങ്കിലുള്ള യൂസ് കേസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഓരോ മോഡലിനും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്താൽ മതി, ഒരു MCP ക്ലയൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. ആ ഒരു MCP ക്ലയൻറ്റിന് നമ്മുടെ ടൂൾസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 4 മോഡൽസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 4 MCP ക്ലയൻസിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി നമ്മുടെ ഓരോ ടൂൾസിനും നമ്മൾക്ക് എന്ത് ചെയ്യണം, ഓരോ MCP സെർവേഴ്സ് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു MCP സെർവർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ
ബാക്കിയുള്ള എല്ലാ മോഡലുകൾക്കും ആ ഒരു MCP സെർവറായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഈ ഒരു 5 ടൂൾസിന് വേണ്ടിയിട്ടും എത്ര MCP സെർവേഴ്സ് ക്രിയേറ്റ് ചെയ്താൽ മതി? 5 MCP സെർവേഴ്സ് ക്രിയേറ്റ് ചെയ്താൽ മതി. അതിന് നമ്മുടെ മോഡൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടോട്ടൽ ഇവിടെ നമ്മളിപ്പോൾ 9 ഇൻ്റഗ്രേഷൻസ് ആണ് നമുക്ക് ആകെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നേരത്തെ എക്സാമ്പിളിൽ അതായത് MCP ഇല്ലാഞ്ഞ സമയത്ത് നമുക്ക് M×N അതായത് 4×M 4×5 അതായത് 20 ഇൻ്റഗ്രേഷൻസ് ചെയ്യേണ്ട സ്ഥാനത്ത് ഇപ്പം നമുക്ക് MCP യൂസ് ചെയ്യുമ്പോൾ 4+5 അതായത് M+N എന്നുള്ള രീതിയിൽ 9 കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 20 കസ്റ്റം ഇൻ്റഗ്രേഷൻസിൽ നിന്നും MCP യൂസ് ചെയ്യുന്ന വഴി നമുക്ക് 9 കമ്പോണൻസ് ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അതായത് കോംപ്ലക്സിറ്റിയിൽ 55% റിഡക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് MCPയുടെ ആർക്കിടെക്ചർ ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമുക്ക് മെയിൻലി നോക്കാനായിട്ടുള്ളത്. MCP ആർക്കിടെക്ചറിൽ നമുക്ക് മെയിൻലി വരുന്നത് 3 കമ്പോണൻസ് ആണ്. MCP ഹോസ്റ്റ്, MCP സെർവർ, പിന്നെ MCP ക്ലയൻറ്റ് എന്നുള്ളത്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ MCP ഹോസ്റ്റ് എന്താണെന്ന് നോക്കാം. MCP ഹോസ്റ്റ് എന്ന് പറയുന്നത് യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു AI ആപ്ലിക്കേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡ് ഡെസ്ക്ടോപ്പ് ആപ്പ്, അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ AI പവേർഡ് ആയിട്ടുള്ള ഒരു കോഡ് എഡിറ്റർ ഉണ്ടല്ലോ, കഴ്സർ, ഇതൊക്കെ എന്താണ് MCP ഹോസ്റ്റിനുള്ള എക്സാമ്പിൾസ് ആണ്. യൂസറിൻ്റെ റിക്വസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയും LLM പ്രോസസ്സിങ് ചെയ്യുന്നതും റിസൾട്ട് തിരിച്ച് കാണിക്കുന്നതും ഒക്കെ ആരായിരിക്കും? ഈ ഒരു MCP ഹോസ്റ്റ് ആയിരിക്കും. ഹോസ്റ്റിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് യൂസർ ഇൻട്രാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുക, പെർമിഷൻസ് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ MCP സെർവറുകളിലേക്കുള്ള കണക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ ഡയഗ്രാം എടുത്താൽ ഇതാണ് നമ്മുടെ MCP ഹോസ്റ്റ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു AI ആപ്ലിക്കേഷൻ ആ ഒരു എൻവയോൺമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ MCP ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി MCP ഹോസ്റ്റ് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. MCP ഹോസ്റ്റ് എന്ന് പറയുന്നത് യൂസർ ഇൻറ്ററാക്ഷൻ ചെയ്യുന്ന ആ ഒരു പാർട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ആണ് MCP ഹോസ്റ്റ് എന്ന് പറയുന്നത്. MCP ഹോസ്റ്റ് ആയിരിക്കും MCP സെർവേഴ്സ് ആയിട്ടുള്ള കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ഒരു ഓവറോൾ ഫ്ലോ ബിറ്റ്വീൻ ദ യൂസർ റിക്വസ്റ്റുകൾ ഒരു റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് കാര്യങ്ങൾ എപ്പോഴും ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് MCP ഹോസ്റ്റ് ആയിരിക്കും. യൂസറിന് എപ്പോഴും റിസൾട്ട്സ് തിരിച്ച് കാണിക്കുന്നതും ഹോസ്റ്റ് ആയിരിക്കും. അപ്പോൾ യൂസർ ഇൻറ്ററാക്ട് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റിനാണ് നമ്മൾ MCP ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് MCP ക്ലയൻ്റ് ആണ്. MCP ഹോസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു കമ്പോണൻ്റ് ആണ് MCP ക്ലയൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ MCP ഹോസ്റ്റ് ആണ്. നമ്മൾ ഇത്രയും പോർഷൻ നമ്മുടെ MCP ഹോസ്റ്റ് ആണ്. MCP ഹോസ്റ്റിൻ്റെ ഇൻസൈഡ് ഉള്ള ഒരു കമ്പോണൻ്റ് ആണ് MCP ക്ലയൻറ്റ്. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് അല്ല. MCP ഹോസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് MCP ക്ലയൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു MCP ഹോസ്റ്റിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ MCP ക്ലയൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ MCP സെർവേഴ്സായിട്ട് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു MCP ക്ലയൻ്റ് ആയിരിക്കും. എപ്പോഴും 1-on-1 കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിൽ നമുക്ക് ജിമെയിലും അതുപോലെ തന്നെ സ്ലാക്കും ഉണ്ടെന്ന് ഒരു എക്സാമ്പിൾ വിചാരിക്കുക. അപ്പോൾ ജിമെയിൽ അതിൻ്റെ MCP സെർവറായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഹോസ്റ്റിൽ നിന്ന് നമുക്കൊരു MCP ക്ലയൻ്റ് ഉണ്ടായിരിക്കും. അതുപോലെ സ്ലാക്കായിട്ട് കണക്ട് ചെയ്യാനും നമുക്കൊരു MCP ക്ലയൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ക്ലയൻറ്റ് ഒരു 1-on-1 കണക്ഷൻ ആയിരിക്കും ഒരു സിംഗിൾ സെർവർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ MCP ക്ലയൻ്റ് ആണ് പ്രോട്ടോകോൾ ലെവൽ ഡീറ്റെയിൽസ് ഓഫ് MCP കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. MCP ക്ലയൻറ്റ് ഒരു ഹോസ്റ്റും അതുപോലെ തന്നെ എക്സ്റ്റേണൽ സെർവറുമായിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് എപ്പോഴും ആക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇപ്പം ഈ ഒരു ഡേറ്റാബേസിന് വേണ്ടിയിട്ടുള്ള ഒരു MCP സെർവർ ഇവിടെയുണ്ട്, ഫയൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു MCP സെർവർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു MCP സെർവർ ഉണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ നോക്കിയാൽ മതി. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ MCP ഹോസ്റ്റ് ആപ്ലിക്കേഷൻ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ
എന്തുണ്ട്, അത് മൾട്ടിപ്പിൾ MCP ക്ലയൻസിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓരോ MCP ക്ലയൻറ്റും ഓരോ MCP പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് ഓരോ MCP സെർവറായിട്ട് കണക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ഒരു MCP ക്ലയൻറ്റും ഒരു MCP സെർവറും തമ്മിൽ 1-on-1 കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഒരു MCP ഹോസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് മൾട്ടിപ്പിൾ MCP ക്ലയൻസ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി അടുത്ത പോർഷൻ MCP സെർവർ എന്നുള്ളതാണ്. സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു എക്സ്റ്റേണൽ പ്രോഗ്രാം അല്ലെങ്കിൽ സർവീസ് ആണ്. ഇതിൻ്റെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേപ്പബിലിറ്റീസിനെ MCP പ്രോട്ടോകോൾ വഴി എക്സ്പോസ് ചെയ്യുക എന്നതാണ്. കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. ഒരു ജിമെയിൽ സെർവറിന് ഇമെയിൽ അയക്കുക, ഇൻബോക്സ് ചെക്ക് ചെയ്യുക പോലുള്ള കേപ്പബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഗിറ്റ്ഹബ് സെർവർ ആണെന്ന് വിചാരിക്കുക, അതിനാണെങ്കിൽ കോഡ് കമ്മിറ്റ് ചെയ്യുക, ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക പോലുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടാവും. ഈ കേപ്പബിലിറ്റീസിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ എക്സ്പോസ് ചെയ്യുന്നതാണ് നമ്മുടെ MCP സെർവർ ചെയ്യുന്നത്. അപ്പോൾ MCP സെർവറുകൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ ടൂൾസ് അല്ലെങ്കിൽ ഡേറ്റാ ബേസിസിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്ന് എക്സ്പോസ് ചെയ്യുന്നതാണ് MCP സെർവർ ചെയ്യുന്നത്. അതൊരു പെർട്ടിക്കുലർ ഫോർമാറ്റിലായിരിക്കും അവരത് എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ കാലണ്ടറായിട്ട് കണക്ട് ചെയ്യുന്ന ഗൂഗിൾ കാലണ്ടറിൻ്റെ MCP സെർവർ ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കേപ്പബിലിറ്റീസ് അതിന് ഉണ്ട്, നമുക്കൊരു കാലണ്ടർ ഇവൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമോ, കാലണ്ടറിൽ എത്ര ഇവൻറ്റ്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ഈ ഒരു MCP സെർവർ എക്സ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ MCP സെർവർ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത്, അതിന് ആണ് MCP പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത്. ഈ പ്രിമിറ്റീവ്സ് ആണ് നമ്മൾ ഈ ഒരു ഇവിടെ കാണിച്ചിരിക്കുന്ന റിസോഴ്സസ്, ടൂൾസ്, പ്രോംപ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ MCP സെർവർ അതിൻ്റെ കേപ്പബിലിറ്റീസ് എക്സ്പോസ് ചെയ്യുന്നത് MCP പ്രിമിറ്റീവ്സ് വഴിയാണ്. ആ MCP പ്രിമിറ്റീവ്സ് എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, ടൂൾസ്, റിസോഴ്സസ്, പ്രോംപ്റ്റ്. ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു MCP സെർവറിന് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡേറ്റാ ബേസ് സെർച്ച് ചെയ്യാൻ പറ്റുമോ, സ്ലാക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ് ടൂൾസിൽ വരിക. പിന്നെ ഉള്ളത് റിസോഴ്സസ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു PDF ഫയൽ എനിക്ക് ചെക്ക് ചെയ്യാമോ, ഒരു കാലണ്ടർ എൻട്രി ഉണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യാമോ, അതാണ് റിസോഴ്സസിൻ്റെ ഉള്ളിൽ വരിക. പ്രോംപ്റ്റ്സ് എന്ന് പറയുമ്പം പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് നമ്മുടെ ഈ ടൂൾസിനും റിസോഴ്സസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രോംപ്റ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇപ്പോൾ ഒരു MCP സെർവറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ടൂൾ ബോക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു റിയൽ ടൂൾ ബോക്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, നമുക്ക് ടൂൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ചുറ്റിക ഉണ്ടാവും, സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും, ഡ്രിൽ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. റിസോഴ്സസിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക, ആണി ഉണ്ടാവും, അങ്ങനത്തെ വേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. പ്രോംപ്റ്റിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, എനിക്കൊരു ആണി ഭിത്തിയിൽ അടിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു മാനുവൽ പോലത്തെ കാര്യങ്ങൾ അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, എൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് ഭിത്തിയിൽ ഒരു ആണി അടിക്കണം. അപ്പോൾ എനിക്ക് ഈ ടൂൾ ബോക്സ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും, ഓക്കെ എനിക്ക് ഈ ഒരു ആണി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾസും അതിനുള്ള റിസോഴ്സസും പ്രോംപ്റ്റും ഒക്കെ ഈ ഒരു ടൂൾ ബോക്സിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഒരു MCP സെർവറിൻ്റെ കേസിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊരു MCP സെർവർ, ഗൂഗിൾ കാലണ്ടറിൻ്റെ ഒരു MCP സെർവറിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഈ ഒരു MCP സെർവറിൻ്റെ ഉള്ളിൽ ഞാനിപ്പം ഒരു റിക്വസ്റ്റ് നമ്മുടെ AI ഹോസ്റ്റ് ചോദിക്കുകയാണ്, ആഡ് എ മീറ്റിംഗ് ടുമോറോ at 3 PM വിത്ത് സാറാന്ന് യൂസർ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ MCP സെർവറിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും, ടൂൾസും റിസോഴ്സസും പ്രോംപ്റ്റ്സും നമുക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ടൂൾസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കേപ്പബിലിറ്റീസ് ആണ് ഈ ഒരു MCP സെർവർ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിന് ഇവൻറ്റ്സ് ഗെറ്റ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ ഇവൻറ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് പാസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് എക്സ്പോസ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ടൈമും അതുപോലെ എന്താണ് ടൈറ്റിൽ വേണ്ട പാരാമീറ്റേഴ്സ് നമ്മുടെ ഈ ഒരു ടൂളിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യും. പിന്നെ നമ്മുടെ അപ്പോൾ അതാണ് ടൂൾസ് വരുന്നത്. ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടൂൾസ് ഉണ്ടാവുക. ഇനി റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് പാസ്റ്റ് മീറ്റിംഗ്സ് ആക്സസ് ചെയ്യണം. അപ്പോൾ സാറായിട്ടുള്ള പാസ്റ്റ് മീറ്റിംഗ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ റിസോഴ്സസ് ആക്സസ് ചെയ്യും. എന്നിട്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നടന്ന മീറ്റിംഗ് നോട്ട്സ്, എന്തെങ്കിലും അജണ്ട ഫയൽസ് നേരത്തെ മീറ്റിങ്ങിൽ
നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ റിസോഴ്സസ് അതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് തിരിച്ച് റെസ്പോൺസ് തരും. അപ്പോൾ എന്തായിരിക്കും ആ റെസ്പോൺസ് തരാം, മീറ്റിംഗ് വിത്ത് സാറ ഷെഡ്യൂൾഡ് ഫോർ ടുമോറോ. അപ്പം ആ ഒരു ആഡ് ഇവൻറ്റ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവൻറ്റ് ആഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, റിസോഴ്സസ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് എന്ത് പറ്റി, നേരത്തെ ഉണ്ടായിരുന്ന മീറ്റിംഗ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു നമ്മൾ മീറ്റിംഗ് നോട്ട്സ് ഫൈൻഡ് ചെയ്തു. ലാസ്റ്റ് ടൈം യു ഡിസ്കസ് പ്രൊജക്റ്റ് മൈൽ സ്റ്റോൺസിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് എവിടെ നിന്നാണ് റെസ്പോൺസ് കിട്ടിയത്, റിസോഴ്സസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഫെച്ച് ചെയ്തുകൊണ്ട് വന്നു. ഇനി പ്രോംപ്റ്റ് ആണ്, ഡു യു വോണ്ട് മീ ടു ആഡ് ദാറ്റ് ആസ് എൻ അജണ്ട എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിരിച്ച് തന്നിരിക്കുന്ന ഈ ഒരു റിപ്ലൈ ഉണ്ടല്ലോ, അതാണ് ആ ഒരു പ്രോംപ്റ്റ് നമുക്ക് യൂസ് ചെയ്തിട്ട് റെസ്പോൺസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു MCP സെർവറിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ടൂൾസ് എന്ത് ആക്ഷനാണ് അതിന് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതായിരിക്കും ടൂൾസിൽ എക്സ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവൻ്റ് ആഡ് ചെയ്തത്. റിസോഴ്സസ് ഉണ്ടായിരിക്കും, എന്തൊക്കെ റിസോഴ്സസ് ആണ് ഇതിന് എക്സ്പോസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് മീറ്റിംഗ് സാറായിട്ട് നടന്ന മീറ്റിങ്ങിനുള്ള നോട്ട്സ് ഫൈൻഡ് ചെയ്തിട്ട് എന്താണ് ഡിസ്കസ് ചെയ്തതെന്ന് മെൻഷൻ ചെയ്തു. അതിനുള്ള റെസ്പോൺസ് ടെംപ്ലേറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇതാണ് ഒരു MCP പ്രിമിറ്റീവ്സ് അല്ലെങ്കിൽ MCP സെർവറിൻ്റെ ഉള്ളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ MCP ആർക്കിടെക്ചർ എങ്ങനെയാണ് ഒന്നും കൂടി നമുക്ക് ഗോ ത്രൂ ചെയ്യാം. ഒരു MCP ഹോസ്റ്റ് ഉണ്ടായിരിക്കും. MCP ഹോസ്റ്റ് ആണ് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ മോഡൽസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ മൾട്ടിപ്പിൾ മോഡൽസിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടൂൾസിൻ്റെ ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യും, MCP ക്ലയൻറ്റുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. MCP client is inside the MCP host. MCP host ആണ് യൂസർ ഇൻ്റർഫേസ് ചെയ്യുന്ന പാർട്ട് ഓഫ് ദ ആർക്കിടെക്ചർ ആണ് MCP ഹോസ്റ്റ് എന്ന് പറയുന്നത്. ത്രൂ MCP പ്രോട്ടോകോൾ എന്ത് ചെയ്യും, MCP സെർവേഴ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ഓരോ റിസോഴ്സസും MCP സെർവേഴ്സ് എന്ത് ചെയ്യും, ഓരോ റിസോഴ്സസിൻ്റെയും കേപ്പബിലിറ്റീസ് എക്സ്പോസ് ചെയ്യും MCP സെർവേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇതൊരു യൂസറാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ LLM മോഡൽ ക്ലോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ MCP ക്ലയൻറ്റ്, MCP സെർവർ, നമ്മുടെ എക്സ്റ്റേണൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു MCP സെർവർ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കണക്ഷൻ ഇനീഷ്യലൈസ് ചെയ്യും. അതിനുശേഷം ഈ MCP സെർവർ എന്ത് ചെയ്യും, അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് റിട്ടേൺ ചെയ്യും ഈ MCP ക്ലയൻറ്റിന്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്ന എന്തൊക്കെ ടൂൾസ് റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണെന്നുള്ളത് അതിൻ്റെ കേപ്പബിലിറ്റീസ് റിട്ടേൺ ചെയ്യും ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ MCP ക്ലയൻറ്റിന് അവെയർ ആയിരിക്കും ഈ ഒരു MCP സെർവറിന് എന്തൊക്കെ കേപ്പബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവെയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാലണ്ടറിൻ്റെ കേസിലാണെങ്കിൽ കണക്ഷൻ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു MCP സെർവറിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടൂൾ കിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ഇതിന് കാലണ്ടർ ഇവൻ്റ് ആഡ് ചെയ്യാം, ഇവൻ്റ് ഡിലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പ്രീവിയസ് ഇവൻറ്റ്സ് ഗെറ്റ് ചെയ്യാം. പിന്നെ റിസോഴ്സസ് ആയിട്ട് എന്താണ് പ്രീവിയസ് ഇവൻറ്റുകളുടെ മീറ്റിംഗ് നോട്ട്സും അജണ്ടാസും ഒക്കെ ഫൈൻഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിന് കഴിയും, കേപ്പബിലിറ്റീസ് ഇതിനുണ്ട് എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റും, MCP ക്ലയൻറ്റിന് അറിയാനായിട്ട് പറ്റും. അതൊക്കെ നമ്മുടെ MCP സെർവർ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ്, ഇപ്പോൾ നമ്മുടെ യൂസർ ഒരു വെതർ ചോദിച്ചു, വാട്ട് ഇസ് എ വെതർ ഇൻ സാൻ ഫ്രാൻസിസ്കോ. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ വെതറിൻ്റെ ആണ് പറഞ്ഞേക്കണേ. വാട്ട് ഇസ് എ വെതർ ഇൻ സാൻ ഫ്രാൻസിസ്കോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ നമ്മുടെ AIയുടെ അടുത്താണ് ചോദിക്കുന്നത്, ക്ലോഡിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ക്ലോഡിന് എന്തില്ല, എക്സ്റ്റേണൽ ഇൻഫർമേഷൻസ് ഇല്ല അതിന്. അതുകൊണ്ട് എന്ത് ചെയ്തു, ക്ലോഡ് മനസ്സിലാക്കി അതിന് എക്സ്റ്റേണൽ ഡേറ്റ ഇവിടെ ആവശ്യമാണ് എന്നുള്ളത് ഇത് മനസ്സിലാക്കി. റെക്കഗ്നൈസ് ദ നീഡ് ഫോർ എക്സ്റ്റേണൽ ഡേറ്റ. അപ്പോൾ എന്ത് ചെയ്യുന്നു, യൂസർ MCP കേപ്പബിലിറ്റി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, MCP കേപ്പബിലിറ്റി റിക്വസ്റ്റ് ചെയ്യാൻ ചെയ്തതിനും നമ്മൾ എക്സ്റ്റേണൽ ഒരു ഇത് യൂസ് ചെയ്യേണ്ട കാരണം എന്ത് പറ്റും, യൂസറിൻ്റെ അത് പെർമിഷൻ ചോദിക്കും. ഓക്കെ, പെർമിഷൻ യൂസർ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള MCP പ്രോട്ടോക്കോൾ വഴി അവരെന്ത് ചെയ്യും, റിക്വസ്റ്റ് സെൻഡ് ചെയ്യും, എക്സ്റ്റേണൽ സിസ്റ്റത്തിൽ നിന്നും ക്വയറി ചെയ്യും, ആ റിട്ടേൺ ഡേറ്റ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഫോർമാറ്റഡ് റിസൾട്ട് MCP ക്ലയൻറ്റിന് തരും. എക്സ്റ്റേണൽ ഡേറ്റ നമ്മുടെ AI മോഡലിന് കൊടുക്കും. മോഡൽ എന്ത് ചെയ്യും, തിരിച്ച് യൂസറിന് അത് റെസ്പോൺസ് തരും.
ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഫ്ലോ നടക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെ ബേസിസിൽ MCPയുടെ ഫണ്ടമെൻ്റൽസ് ആണ് നമ്മൾ കവർ ചെയ്തത്. അതിൻ്റെ ബേസിസിൽ ഒന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളതൊന്ന് നോക്കിയിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് MCP? അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പ്രോബ്ലം ഡസ് MCP പ്രൈമറിലി എയിം ടു സോൾവ്? അതിൻ്റെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ ബെനിഫിറ്റ് ഓഫ് MCP? അടുത്തത്, ഇൻ MCP ടെർമിനോളജി വാട്ട് ഇസ് എ ഹോസ്റ്റ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് M&N ഇൻ്റഗ്രേഷൻ പ്രോബ്ലം റെഫർ ടു ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് AI ആപ്ലിക്കേഷൻസ്? അപ്പോൾ ഇത് നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ എൻഡിൽ ഇതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് പോയി ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബേസിക് ഫണ്ടമെൻ്റൽസ് ആണ്. ഇനി ഇത് എങ്ങനെയാണ് കോഡ് ബേസിലും അതുപോലെ NATL ഒക്കെ വരുന്ന ഇൻ്റഗ്രേഷൻസ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് കവർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ ഇതിൻ്റെ തന്നെ എങ്ങനെയാണ് നമ്മൾ ടൂള് ആഡ് ചെയ്യുന്നതെന്നും NATL-ലൊക്കെ ഇത് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതാണ് അടുത്ത വീഡിയോസ്. അപ്പോൾ വീഡിയോ മിസ്സായി പോകാതിരിക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ AI കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.